യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജ്ഞാനത്തിൻ്റെ ആത്മീയവും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മീയവും ഉണ്ട്. ഈ ആത്മീയം അനേകരും വ്യത്യസ്ത തലങ്ങളിലാണ് അവരതിൻ്റെ ആത്മീയതയെ അനേകരും ചിന്തിക്കുന്നതും നടത്തുന്നതും. പക്ഷേ ജ്ഞാനത്തിൻ്റെ ആത്മീയം, ജ്ഞാനികളെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ലേഖനത്തിലും 1 കൊരിന്ത്യർ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലുമെല്ലാം ഈ ജ്ഞാനത്തിൻ്റെ ആത്മീയത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ജ്ഞാനികളുടെ ആത്മീയം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാം. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഉയരത്തിൽ നിന്ന് വരുന്നതായ ജ്ഞാനം, അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ജ്ഞാനലക്ഷണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൗമ്യതയാണ്. സൗമ്യമായി കാര്യങ്ങൾ പറയുവാനും സൗമ്യമായി കാര്യങ്ങൾ വിശദീകരിക്കുവാനും സൗമ്യമായി മനസ്സിലാക്കി കൊടുക്കുവാനും സൗമ്യതയോടുകൂടിയുള്ളതായ ജീവിതം, സംസാരവും പെരുമാറ്റവും, അതാണ് യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ ലക്ഷണം. 2-ാമത്തെ ലക്ഷണം അടുത്ത വാക്യം വായിക്കാം, 14-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. യഥാർത്ഥമായ ജ്ഞാനമാണെങ്കിൽ ഈർഷ്യയും ഇഷ്ടക്കുറവും അവിടെ കാണുകയില്ല, ശാഠ്യം ഉണ്ടാവില്ല, ഈർഷ്യ ഉണ്ടാവില്ല. കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈർഷ്യ വരില്ല, ഇഷ്ടക്കുറവ് വരില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടക്കുറവും ഈർഷ്യയും വരുന്നുണ്ടെങ്കിൽ നിങ്ങളിലുള്ളതായ ജ്ഞാനം സത്യത്തിൻ്റെ ജ്ഞാനമല്ല എന്ന് അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുകയാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. പിന്നെയോ ഒന്നുകൂടെ നമുക്ക് വായിക്കാം, 15-ാമത്തെ വാക്യം. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ശരിയായി ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമുണ്ട്, പിശാചിൻ്റെ നിന്ന് വരുന്ന ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനം മനുഷ്യൻ്റെ ഭൗതികമായ വസ്ത്രധാരണം കൊണ്ടോ ഭൗതികമായ അവൻ്റെ ഏതെങ്കിലും ഭാവങ്ങൾ കൊണ്ടോ അവനുള്ളതായ ഏതെങ്കിലും വരങ്ങൾ കൊണ്ടോ അവൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ ഒന്നും ഒരു മനുഷ്യൻ്റെ ജ്ഞാനം ദൈവം കൊടുത്തതാണോ പിശാചിൻ്റേതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് പുറമേ മനസ്സിലാവില്ല. അത് ദൈവിക ജ്ഞാനമാണോ അതോ പൈശാചിക ജ്ഞാനമാണോ ഒരുവൻ്റെ ഉള്ളിലിരിക്കുന്നതെന്ന് അറിയാനുള്ളത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് നോക്കി മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് യഥാർത്ഥമായ സൗമ്യതയും സ്നേഹത്തോടുകൂടിയുള്ളതായ പെരുമാറ്റവും എല്ലാം വരുന്നുണ്ടോ, ഇതാണ് അളവുകോല്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ബുദ്ധി വളരെ വികസിച്ച് വരുന്ന കാലമാണ്. മനുഷ്യൻ ജ്ഞാനം പ്രാപിച്ച് വരുന്ന കാലമാണ്. എന്തെല്ലാം ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യൻ നടത്തിയത്. അതിൻ്റെ ഫലമായിട്ട് എത്രയോ കോടി ആളുകൾക്കാണ് അതിൻ്റെ ഫലമുണ്ടായത്. മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിച്ചത് വളരെ ഗുണം ചെയ്തു. മനുഷ്യ വംശത്തിന് തന്നെ, മനുഷ്യരാശിക്ക് തന്നെ വളരെയേറെ പ്രയോജനപ്പെട്ടു. ഇന്ന് നാം എല്ലാം അതിൻ്റെ ഫലം അനുഭവിക്കുന്നവരുമാണ്. മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിച്ചത് മൂലമുള്ളതായ സുഖസൗകര്യങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ, ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനം, വേണ്ട സയൻറ്റിഫിക് എല്ലാ രംഗത്തും, കമ്മ്യൂണിക്കേഷൻ രംഗത്ത്, എല്ലാ രംഗത്തുമുള്ളതായ വ്യത്യാസം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജ്ഞാനത്തിൻ്റെ ആ അഭിവൃദ്ധിയും ഉയർച്ചയും എല്ലാം നാണയത്തിൻ്റെ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ. നാണയത്തിൻ്റെ ഒരു വശം. നാണയത്തിൻ്റെ മറുവശം നമുക്കറിയാം. ജ്ഞാനം വർദ്ധിച്ചതോടുകൂടെ ഭൂമി ഇന്ന് കൂടുതൽ ആവാസയോഗ്യമായോ? കഴിഞ്ഞ കാലങ്ങളേക്കാൾ, പ്രാചീന കാലത്തേക്കാൾ, അല്ലെങ്കിൽ ഒരു 10, 100, 200 വർഷം മുമ്പുള്ളതിനേക്കാൾ ഇന്ന് ജീവിക്കാൻ മനുഷ്യന് കൂടുതൽ ഉത്സാഹമോ സംരക്ഷണമോ പ്രൊട്ടക്ഷനോ സുരക്ഷിതത്വമോ ഉണ്ടോ? അന്നത്തേക്കാൾ സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? അന്നത്തേക്കാൾ ഐക്യമുണ്ടായിട്ടുണ്ടോ? അന്നത്തേക്കാൾ കുടുംബബന്ധങ്ങൾ ദൃഢമായിട്ടുണ്ടോ? അന്നത്തേക്കാൾ
സംരക്ഷണമുണ്ടോ? പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് നാം കേൾക്കുന്നുണ്ട്. പക്ഷേ പ്രകൃതി ദുരന്തങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. പ്രകൃതി ദുരന്തങ്ങളുണ്ട്, പക്ഷേ അതിലധികമായിട്ടും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും യുദ്ധങ്ങളും അതുപോലെയുള്ളതായ കോലാഹലങ്ങളുമാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആറ്റം ബോംബ് അല്ലെങ്കിൽ അതുപോലെ മിസൈൽസ്, ഇതെല്ലാം, പക്ഷേ ഇതെല്ലാം വരുത്തുന്നതിനേക്കാൾ എത്രയോ അധികം ദോഷമാണ് മനുഷ്യൻ്റെ വാഗുകൊണ്ട് വരുന്നത്, വാക്കുകളിലൂടെ വരുന്നത്. മനുഷ്യൻ്റെ കോപത്തിൻ്റെ ഫലമായിട്ട് വ്യക്തിവൈരാഗ്യം, വ്യക്തിഹത്യ, ഉന്മൂലമാക്കുന്ന സ്വഭാവം, ഇതെല്ലാം ഒരു ആറ്റം ബോംബ് നശിപ്പിക്കുന്നത് കോടാനുകോടി ആളുകളെയാണ്. പക്ഷേ അതിനേക്കാൾ തീഷ്ണതയേറിയ രീതിയിൽ മനുഷ്യൻ്റെ വൈരാഗ്യം വർദ്ധിച്ചു വന്നിരിക്കുന്നു. ജ്ഞാനികളെന്ന് പറഞ്ഞ് അവർ മൂഢരായിപ്പോയെന്നെല്ലാം റോമാലേഖനത്തിൽ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ജ്ഞാനിയായിട്ട് അഭിനയിക്കുന്നവരുണ്ട്, ജ്ഞാനം പറയുന്നവരുണ്ട്. നല്ല ചരിത്രങ്ങളൊക്കെ എടുത്തു വെച്ച് ചരിത്ര സംഭവങ്ങളെല്ലാം കോർത്തിണക്കി പറഞ്ഞ് നല്ല സ്ഥിതിവിവര കണക്കുകൾ വിവരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പറയാനുള്ളതായ പ്രാഗൽഭ്യമുള്ളവരും അതിനുള്ള കഴിവുള്ളവരുമായ ധാരാളം ആളുകളുണ്ട്. അവർ സംസാരിക്കുന്ന കേട്ടാൽ ജ്ഞാനികളെന്ന് തന്നെ തോന്നും. അവരുടെ ജ്ഞാനം അവരുടെ വാക്കുകളിലുണ്ട്. പക്ഷേ അതേ സമയം തന്നെ അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല, അവരുടെ ഭവനങ്ങളിൽ സന്തോഷമില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഉണ്ട്, ഒരു ധാർമ്മിക നീതിയുമുണ്ട്. പക്ഷേ അവർക്കൊരു മോഡൽ, ഒരു മാതൃകയുള്ള ജീവിതമില്ല. സ്വന്തം മക്കളുടെ മുമ്പിലോ സ്വന്തം പങ്കാളിയുടെ മുമ്പിലോ ഒരു മാതൃകയുള്ള ജീവിതമില്ല. അവർ ജ്ഞാനികളാണ്, വിജ്ഞാനം അവർക്കുണ്ട്, വിജ്ഞാനം അവരുടെ നാവിലൂടെ ഒഴുകി വരും എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർക്ക് സ്നേഹമെന്തെന്നറിയില്ല, മാതൃകയുള്ള ജീവിതമില്ല, അവരുടെ ഭവനങ്ങളിൽ സമാധാനവുമില്ല, അവർക്ക് ഭാവിയെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. എന്നാൽ യഥാർത്ഥമായ ജ്ഞാനം, ഭാഗ്യവാനായ പൗലോസ് 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിലും 30-ാമത്തെ വാക്യത്തിലും അപ്പോസ്തലൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതിൻ്റെ 30-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. 1 കൊരിന്ത്യർ 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്നുള്ള ജ്ഞാനം മാത്രമേ എനിക്കുള്ളൂ. അപ്പോസ്തലന് ബാക്കി ഒരുപാട് ജ്ഞാനിയായിരുന്നു. അദ്ദേഹം മനസ്സാന്തരപ്പെട്ട് ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ജ്ഞാനിയായിരുന്നു അദ്ദേഹം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് എല്ലാ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ജ്ഞാനം മാത്രമേ എനിക്കുള്ളൂ, ബാക്കിയുള്ള യാതൊരു അറിവും എനിക്കില്ല. എൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ്. എൻ്റെ നീതി, എൻ്റെ ശുദ്ധീകരണം, എൻ്റെ വീണ്ടെടുപ്പ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ പാപത്തിൽ നിന്ന് പുറത്തു കിടന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് നീതിമാനായത്? കർത്താവായ യേശു എന്നെ നീതിമാനാക്കി. ഞാൻ തന്നെ നീതിമാനായില്ല. എൻ്റെ പാപത്തിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് പുറത്തു കിടന്നത്? കർത്താവിനെ പുറത്തു കിടത്തി. കർത്താവിൻ്റെ കൃപയാൽ ഞാൻ പുറത്തു കിടന്നു. എന്നെ സൗജന്യമായി കർത്താവ് നീതീകരിച്ചു. അതുപോലെ തന്നെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിച്ചത്? എൻ്റെ പാപം ചെയ്യാൻ കഴിവുള്ളതായ എൻ്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി കർത്താവിന് സമർപ്പിച്ചു. എൻ്റെ പാപത്തോട് പ്രലോഭനമുള്ള ആയുധങ്ങളെ കർത്താവിന് സമർപ്പിച്ച് ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചു. ഞാൻ എങ്ങനെ വീണ്ടെടുക്കപ്പെട്ടു? എനിക്ക് എങ്ങനെ ദൈവരാജ്യം കിട്ടും? ഞാൻ എങ്ങനെ ഒരു ആത്മീയ രംഗത്തേക്ക് വന്നു? കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ അവൻ എന്നെ വീണ്ടെടുത്തു. കർത്താവിനെ വീണ്ടെടുത്തു. പ്രിയപ്പെട്ടവരെ, സകല ജ്ഞാനവും ക്രിസ്തുവിലേക്ക് വന്നതാണ്. വേറെ എനിക്കൊരു ജ്ഞാനവുമില്ല. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ആകെ ഒരു കാര്യം അറിയാവുള്ളൂ, യേശു ക്രിസ്തു ജീവിക്കുന്നു. കർത്താവായ യേശു ഭാവിയോട് ക്ഷമിക്കുന്നു. കർത്താവായ യേശു പാപത്തിന് മോചനം തരുന്നു. കർത്താവായ യേശു പാപത്തിൻ്റെ മേൽ ജയം തരുന്നു. കർത്താവായ യേശു ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് തരുന്നു. ഭൗതികനായ മനുഷ്യനായ എന്നെ, ഈ ലോകത്തിൻ്റെ വഴിയിൽ ഓടി നടന്ന എന്നെ കർത്താവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് എന്നെ അവനൊരു ആത്മീയനാക്കി മാറ്റി. എൻ്റെ ആകെ ജ്ഞാനം എന്ന് പറയുന്നത് ഈ ക്രിസ്തു മൂലമുള്ള ജ്ഞാനമേ എനിക്കുള്ളൂ. അതിൻ്റെ
18-19 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അപ്പോസ്തലനോട് അത് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ 18-ാമത്തെ വാക്യം എന്താ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, ജ്ഞാനം അന്വേഷിക്കുന്ന അനേകർക്ക് ക്രൂശിൻ്റെ വചനം ഒരു ഭോഷത്വമാണ്. ക്രൂശിൻ്റെ വചനം എന്ന് വെച്ചാൽ ക്രൂശിൽ കൂടെയുള്ള രക്ഷയുടെ വചനം. എനിക്ക് പകരമായി, ഒരു പാപിക്ക് പകരമായി ക്രിസ്തു അവൻ്റെ പാപം ഏറ്റെടുത്ത് അവന് പകരക്കാരനായി മരിക്കുക എന്നുള്ളത്, അത് ക്രൂശിൻ്റെ വചനമാണ്. അത് ഈ ലോകത്തിന് ഭോഷത്വമാണ്. അത് ലോകത്തിൻ്റെ ജ്ഞാനത്തിന് മനസ്സിലാവില്ല. ഞാൻ അധ്വാനിക്കാതെ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് രക്ഷ പ്രാപിക്കണം, എൻ്റെ പാപത്തിന് ഞാൻ പരിഹാരം വരുത്തണം, എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം, അങ്ങനെ എൻ്റെ പാപത്തിൽ നിന്ന് ഞാൻ പരിഹാരം നേടണമെന്നുള്ളതാണ് ലോകത്ത് എല്ലാവരും പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നത്, പാപം ചെയ്തത് ഞാൻ, പക്ഷേ പാപത്തിൻ്റെ ശിക്ഷയേറ്റത് എനിക്ക് പകരമായി യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയേറ്റു. ഞാൻ ഏൽക്കേണ്ടതായ ശിക്ഷ ഞാൻ ഏറ്റില്ല, അതിന് പകരമായി യേശു എൻ്റെ ശിക്ഷയേറ്റു. ഞാൻ മരിക്കേണ്ടടുത്ത് യേശു മരിച്ചു. അങ്ങനെ കാൽവരിയിൽ യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ പാപത്തിന് മോചനം വരുത്തി. അവൻ്റെ സാക്ഷ്യവചനം എന്നോട് പറയുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന്. ഞാൻ ശിക്ഷ ഏൽക്കേണ്ടവനായിരുന്നു, പക്ഷേ എനിക്ക് പകരമായി യേശു മരിച്ചതുകൊണ്ട് എനിക്ക് ശിക്ഷയില്ല. അത് ക്രൂശിൻ്റെ വചനമാണ്. അത് എല്ലാവർക്കും അത് സ്വീകാര്യമല്ല. ക്രൂശിൻ്റെ വചനം സ്വീകരിക്കാത്തവർ നശിച്ചു പോകുന്നവരാണ്. കാരണം അവർക്ക് ശരിയായ സുബോധമില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തിയുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കി കിട്ടുക. അടുത്ത വാക്യം വായിക്കാം. അടുത്ത വാക്യം, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യെശയ്യാ പ്രവചനം 29 വാക്യമാണത്. അവിടെ ദൈവം പറയുന്നു, ജ്ഞാനം നശിപ്പിച്ചു കളയുമെന്ന്. അന്ന് പ്രവാചകൻ പഠിക്കുന്നതാണ്. അത് ക്രിസ്തുവിൽ അത് യാഥാർത്ഥ്യമായി തീർന്നു. കാരണം മനുഷ്യന് നിത്യജീവൻ എവിടെ നിന്ന് കിട്ടും? മനുഷ്യൻ എങ്ങനെയാണ് ദൈവരാജ്യത്തിലെത്തുക? നിത്യജീവൻ എങ്ങനെയാണ് പ്രാപിക്കുക? ആരാണ് ആ ബോധം കൊടുക്കുക? മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തോട് നിരപ്പാകുക? മനുഷ്യൻ ദൈവത്തോട് നിരപ്പാകണം. എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക? ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്നാണ് കിട്ടുക? നിത്യജീവൻ പ്രാപിക്കാനുള്ള ജ്ഞാനം എവിടെ നിന്നാണ് നമുക്ക് പ്രാപിക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇതാണ് അപ്പോസ്തലൻ പറയുന്നത്. ബാക്കി എന്തെല്ലാം ജ്ഞാനങ്ങൾ നമുക്കുണ്ടെങ്കിലും എങ്ങനെ ദൈവരാജ്യം പ്രാപിക്കാം, എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാം? ഈ ജ്ഞാനം കിട്ടുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനമെന്നാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. ഈ ജ്ഞാനമെല്ലാം വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ വേദപുസ്തകം മാറ്റിവെച്ചിട്ടുള്ളതായ ഒരു ജ്ഞാനവും കൊണ്ടും ഒരു മനുഷ്യന് സമാധാനമില്ല, അർത്ഥമില്ല എന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മക്കളെ, നമുക്ക് ഒന്നൊരല്പനേരം ചിന്തിച്ചാൽ നമുക്കറിയാം, ദൈവത്തെക്കുറിച്ച് അറിയാനാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിലായിരുന്നു. അവർ പാപം ചെയ്തു. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആദാമിനോട് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം, ദൈവത്തെ അറിയാവോ എന്ന് ചോദിച്ചാൽ ആദാം എന്ത് പറയും? എനിക്ക് ദൈവത്തെ അറിയാം. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാലോ ആദാം പറയും, ദൈവമുണ്ട്. ദൈവമുണ്ട്, ദൈവത്തെ അറിയാം. പിന്നെ ദൈവത്തെക്കുറിച്ച് നിനക്ക് എന്താണ് അറിയാൻ മേലാത്തത് എന്ന് ചോദിച്ചാൽ ആദാം പറയും, ഏദൻ തോട്ടത്തിലേക്ക് എങ്ങനെയാണ് തിരികെ കയറുക എന്ന് അതെനിക്കറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ദൈവമുണ്ടെന്നറിയാം, ദൈവത്തെ അറിയാം, കുറേ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എങ്ങനെയാണ് വീണുപോയ മനുഷ്യൻ, ഏദൻ തോട്ടത്തിൽ നിന്ന് വീണുപോയ മനുഷ്യൻ എങ്ങനെ തിരികെ ഏദൻ തോട്ടത്തിലേക്ക് കയറും? അതറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ജ്ഞാനം, ദൈവിക ജ്ഞാനം എന്ന് പറയുന്നതും മനുഷ്യജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് വീണുപോയ മനുഷ്യൻ എങ്ങനെയാണ് പർദീസായിൽ വീണ്ടും കയറുക? ഒരു പാപം ചെയ്തതിനാണ് ജീവനുള്ള ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു പാപം ചെയ്തതിനാണ് ഇറക്കി വിട്ടത്. പക്ഷേ അതേ തോട്ടത്തിലേക്ക് എത്രയോ അനേകായിരം പാപം ചെയ്തതായ ആ വലത്തുഭാഗത്തെ കള്ളനെ, ആ മഹാപാപം ചെയ്തവനെ
അതേ ഏദൻ തോട്ടത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കയറ്റി. ഒരു പാപം ചെയ്തതിന് ആദാമിനെ ഇറക്കിവിട്ട സ്ഥലത്ത് അനേകായിരം പാപം ചെയ്തവനെ യേശു ക്രിസ്തു പ്രവേശിപ്പിച്ചതായി നാം വായിക്കുന്നു. നീ എന്നോടുകൂടെ പ്രതീസായിൽ ഇരിക്കും എന്നാണ് കർത്താവ് കൽപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അതെങ്ങനെയാണ് സാധിക്കുക? അതെന്ത് ജ്ഞാനമാണത്? അവിടെയാണ്, അത് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥമായി ക്രൈസ്തവ ജ്ഞാനം എന്ന് പറയുന്നത്. ഒരു പാപം ചെയ്തതിന് ഇറക്കിവിട്ട സ്ഥലത്ത് അനേക പാപം ചെയ്തവനെ അതേ സ്ഥലത്തേക്ക് യേശുക്രിസ്തു കൈപിടിച്ച് കയറ്റി. എന്താണതിൻ്റെ വ്യവസ്ഥ? അതാണ് ക്രിസ്തു. അതാണ് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില. അത് മനസ്സിലാക്കുന്നതാണ് ക്രൈസ്തവ ജ്ഞാനമെന്ന് പറയുന്നത്. ദൈവമക്കളെ, അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ആത്മാവിൻ്റെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ സ്വസ്ഥതയെക്കുറിച്ച് എല്ലാം നമുക്ക് നല്ല സുബോധം വരികയുള്ളൂ. നമുക്ക് വേണ്ട ജ്ഞാനം യേശുക്രിസ്തു ജീവിക്കുന്നു, യേശുക്രിസ്തു ഭാവിയോട് ക്ഷമിക്കുന്നു, യേശുക്രിസ്തു ഭാവിക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തു ഭാവിയെ വില കൊടുത്ത് മേടിക്കുന്നു, യേശുക്രിസ്തു എനിക്ക് വീണ്ടെടുപ്പ് തരുന്നു, കർത്താവായ യേശു എനിക്ക് നിത്യജീവൻ തരുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. ഈ ജ്ഞാനമാണ് മനുഷ്യരായി നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് പഠിപ്പിച്ച വഴി അതാണ്. ശലോമോൻ്റെ ജ്ഞാനവാക്യങ്ങളെക്കാൾ ദാവീദിൻ്റെ സ്നേഹവാക്യങ്ങളാണ് ഇന്ന് മനുഷ്യരായ നമുക്കിഷ്ടപ്പെടുക. ശലോമോൻ്റെ ജ്ഞാനവാക്യങ്ങൾ, സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ എത്രയോ ജ്ഞാനവാക്യങ്ങളാണ് ശലോമോൻ പറയുന്നത്. പക്ഷേ അതിനേക്കാൾ സാധാരണക്കാരായ മനുഷ്യർ ഇഷ്ടപ്പെടുന്നത് ദാവീദിൻ്റെ സ്നേഹഗീതങ്ങളാണ്, അഥവാ സങ്കീർത്തനങ്ങളാണ്. 34 സങ്കീർത്തനത്തിലൊക്കെ നാം വായിച്ചിട്ടുള്ളതുപോലെ 34 സങ്കീർത്തനം 11-ാമത്തെ വാക്യം നമുക്ക് അനേകർക്ക് അറിയാവുന്ന വാക്യമാണല്ലോ. 34:11. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയുടെ ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. ദൈവഭക്തി എന്നുള്ളത് ഞാൻ ഉപദേശിച്ചു തരാം, ഭക്തി ഞാൻ പഠിപ്പിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, ദാവീദ് പറയുകയാണ്, മക്കളെ, നിങ്ങളെ ഭക്തി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കാം, യഥാർത്ഥമായ ജ്ഞാനം എന്താണെന്ന് ഞാൻ പഠിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. മത്തായി 17:21 കർത്താവ് ഇപ്രകാരം പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇവിടെ പഠിപ്പിച്ചു, പ്രാർത്ഥനയാലും എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു പഠിപ്പിച്ചു ഉപവാസത്തിൻ്റെ വഴി, പ്രാർത്ഥനയുടെ വഴി, ഉപവാസത്തിൻ്റെ വഴി. അതാണ് വാസ്തവത്തിൽ നിങ്ങളുടെ ആത്മാവിന് ഗുണം ചെയ്യുന്ന വഴി. വെറുതെ ഒരു ജ്ഞാനത്തിൻ്റെ വഴിയല്ല, ഒരു അറിവിൻ്റെ വഴിയല്ല. പ്രാർത്ഥനയാലും ഉപവാസത്താലും മനുഷ്യൻ എളിമപ്പെടാനുള്ളതായ പരിജ്ഞാനത്തിലേക്ക് വരണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകില്ല, ദുഷ്ടജാതി മാറില്ല. നമ്മുടെയെല്ലാം കുടുംബങ്ങളിലുള്ള ദുഷ്ടത മാറണമെങ്കിൽ, ഹൃദയത്തിലെ ദുഷ്ടത മാറണമെങ്കിൽ, നമ്മുടെ അവയവങ്ങളിലെ ദുരാഗ്രഹങ്ങൾ മാറണമെങ്കിൽ, ദ്രവ്യാഗ്രഹം മാറണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളതായ അരുതാത്ത മോഹചിന്തകൾ മാറണമെങ്കിൽ, ഏത് പാപത്തിൻ്റെ മേലും ജയം വരണമെങ്കിൽ അത് ജ്ഞാനം കൊണ്ട് കിട്ടില്ല, അത് ജ്ഞാനത്താൽ ലഭിക്കില്ല. നമുക്ക് വേണ്ടതായ വിവേകം, ഇന്ദ്രിയ നിയന്ത്രണം, പരിജ്ഞാനം, സ്വഭാവത്തിലെ ശ്രേഷ്ഠത, ഇതൊന്നും ജ്ഞാനം കൊണ്ട് കിട്ടുകയില്ല. ഇതെല്ലാം പ്രാർത്ഥനയാലും ഉപവാസത്താലും മാത്രമേ പിശാചിനെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ജ്ഞാനം, നമ്മുടെ കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചു. കർത്താവിനെ കാണാനായിട്ട് 3 ജ്ഞാനികൾ അവിടെ വന്നു. അവരുടെ ആ ജ്ഞാനം ശരിയായ ജ്ഞാനമായിരുന്നു. അവർ ശരിയായ ജ്ഞാനികളായിരുന്നു. എന്തുകൊണ്ടാണ് അവരെ ജ്ഞാനികളെന്ന് പറയുന്നത്? കാരണം അവർ ഹെരോദാ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി തെറ്റുപറ്റിയെന്ന്. കൊട്ടാരത്തിലല്ല യേശു ജനിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. അവർ തിരുത്താൻ തയ്യാറായി. അവരുടെ ആ തീരുമാനം അവർ തിരുത്താൻ തയ്യാറായി. ഒരു കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി അവർ യേശു പാർക്കുന്നിടത്ത് എത്തിയെന്ന് നാം വായിക്കുന്നു. ഒരു ജ്ഞാനിയാണെങ്കിൽ തെറ്റുപറ്റിയാൽ തിരുത്താൻ തയ്യാറാകുവർ. മാത്രമല്ല,
അവർക്ക് ദർശനമുണ്ടായി. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദർശനമുണ്ടായി. വേറൊരു വഴിയെ പോകാനായിട്ട് ദർശനമുണ്ടായി. അവർ സ്വന്തം വിവേകം വിട്ടിട്ട് ശരിയായ വഴിയിലൂടെ, ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ പോകാനും അവർക്ക് മനസ്സിലായി. അത് ശരിയായ ജ്ഞാനമാണ്. അതാണ് ശരിയായ ജ്ഞാനം എന്ന് വെച്ചാൽ, തെറ്റുപറ്റിയെങ്കിൽ തിരുത്തുക, വഴി മാറാൻ ദൈവം കൽപ്പിച്ചാൽ വഴി മാറിപ്പോവുക. അതിനുള്ളതായ വിവേകം, അതിനുള്ളതായ എളിമ, അതാണ് വാസ്തവത്തിൽ ശരിയായ ജ്ഞാനമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയാലും ഉപവാസാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം നമുക്കെടുക്കാം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരാം. എന്താണ് അവിടെ യോവേൽ പ്രവചനം 1-ാം അധ്യായം പറയുന്നത്? കുടുംബങ്ങൾ നശിക്കുന്നു, ആരാധന ആലയങ്ങൾ അർത്ഥമില്ലാത്തതായി പോകുന്നു. കുടുംബങ്ങൾ നശിക്കുന്നു, ആരാധനാലയങ്ങൾ അർത്ഥമില്ലാത്തതായി പോകുന്നു. അധ്വാനിച്ചാൽ ഫലമില്ലാതെ പോകുന്നു. അധ്വാനിച്ചാൽ ഫലമില്ലാതെ പോകുന്നു. ആ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ടാണ് യോവേൽ 1:14 പ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുന്നു. യോവേൽ 1:14, ഒരു ഉപവാസ ദിവസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ. പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിലേക്ക് വരിക. വെറും ജ്ഞാനത്തിൻ്റെ പിറകെ പോകാതെ, അറിവിൻ്റെ പിറകെ പോകാതെ, പ്രാർത്ഥനയാലും ഉപവാസത്താലുമുള്ളതായ ആത്മീയ വഴിയിലേക്ക് മനുഷ്യൻ മടങ്ങി വരണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. 1:5 വായിക്കാം. മദ്യപന്മാരെ ഉണർന്ന് കരവിൻ. മദ്യപാനത്തിലേക്ക് അനേകർ പോകുന്നു. മദ്യപന്മാരെ ഉണർന്ന് കരയുവീൻ. കാരണം കാലം മാറുന്നു, കുടുംബങ്ങൾ നശിക്കുന്നു, ആത്മാവ് നശിക്കുന്നു. മദ്യപാനികളെ ഉണർന്ന് കരയുവീൻ. ഒന്ന് കരയാൻ പഠിക്ക്. മദ്യപാനം മാറിക്കിട്ടും. മദ്യത്തിൻ്റെ ആ ഭീകരതയിൽ കിടന്ന് നശിച്ചു പോകാതെ മദ്യപാനം മാറാൻ വേണ്ടി ഒരു ഉപവാസം പ്രഖ്യാപിക്ക്. ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് വരിക. മദ്യപാനത്തിൽ നിന്ന് മോചനം കിട്ടും. 9-ാമത്തെ വാക്യം. ഭോജനയാകവും പാനീയാകവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. എല്ലാം അർത്ഥമില്ലാത്തതായി പോയി. ഭോജനയാകവും പാനീയാകവും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അതെല്ലാം നിലച്ചുപോയി. കാരണം മനുഷ്യന് ഇത് വേണ്ടാതായിപ്പോയി. മനുഷ്യന് കൊണ്ട് പ്രയോജനമില്ലാതായിപ്പോയി. കാരണം മനുഷ്യൻ ദൈവത്വങ്ങളിലേക്ക് തിരിയുന്നില്ല. എല്ലാം അർത്ഥമില്ലാത്ത ആചാരങ്ങളിലേക്ക് പോയി. അതിൻ്റെ 11-12 വാക്യം വായിക്കാം. കൃഷിക്കാരെ ലജ്ജിപ്പിൻ, മുന്തിരിത്തോട്ടക്കാരെ കോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവിൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നും ഫലം തരുന്നില്ല. തുള്ളനും പച്ചപ്പുഴവും വിട്ടിലും വെട്ടുക്കിളിയും തിന്നുകളയുന്നതായ കൃഷിസ്ഥലങ്ങൾ, പ്രയോജനമില്ലാത്ത ജീവിതങ്ങൾ. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ജ്ഞാനത്തിൻ്റെ ജീവിതമോ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ജീവിതമോ? ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ജീവിതം. യോവേൽ 2:24 ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. യോവേൽ 2:24, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തുടങ്ങിയാൽ നിങ്ങളുടെ ഹൃദയം കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. നിങ്ങളുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയും. നിങ്ങളുടെ കളപ്പുരകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ സജീവമായി തീരും. ജ്ഞാനത്തിൻ്റെ വചനമോ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വഴിയുമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വഴിയിലേക്ക് വരാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ സമാധാനം അറ്റുപോയിരിക്കുന്നു. മദ്യപാനം ജീവിതത്തെ കാർന്നു തിന്നുന്നു. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുടെ പുറകെ പോയി മനുഷ്യൻ വശം കെടുന്ന കാലം. ഉപവാസത്തിലേക്ക് തിരിയുക. യുവതീ-യുവാക്കന്മാരെ, ഭാര്യാഭർത്താക്കന്മാരെ, മാതാപിതാക്കന്മാരെ, പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി മാറിപ്പോകില്ല. നിങ്ങളൊരു ഉപവാസ ദിവസം പ്രഖ്യാപിക്കുവേൻ. നിങ്ങൾ പരസ്പര സമൂഹത്തോടുകൂടെ ഭാര്യാഭർത്താക്കന്മാർ ഉപവാസത്തിൻ്റെ വഴിയിലേക്ക് തിരിയുവേൻ. ജീവനുള്ള ദൈവത്തെ വിളിക്കുവേൻ. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം വരട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവേൻ. നിങ്ങളുടെ ബന്ധങ്ങളെ ദൃഢമാക്കുവേൻ. ഉപവാസ ദിവസം പ്രഖ്യാപിക്കുവേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, നീ ജീവിച്ച കാലത്ത്, നിൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് പ്രാർത്ഥനയാലും ഉപവാസത്താലും പാപത്തെയും പിശാചിനെയും ജയിക്കുവാൻ നീ കൽപ്പിച്ചല്ലോ ദൈവമേ. ദൈവത്തിന് സ്തോത്രം. പ്രവാചകന്മാർ ഉപവാസത്തെക്കുറിച്ച്
ഓർപ്പിച്ചു പോകുന്നല്ലോ ദൈവമേ. കർത്താവെ, ആ യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക്, ഉപവാസത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ തിരിക്കണമേ. കർത്താവെ, നിൻ്റെ രക്തം മുഖാന്തരം ഞങ്ങളുടെ ജഡീക വികാരങ്ങളെ ജയിപ്പാനും ഞങ്ങളുടെ അധമ വികാരങ്ങളെ അതിൽ നിന്ന് മോചനം പ്രാപിപ്പാനും സ്നേഹത്തിൽ ജീവിപ്പാനും ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ദൃഢഹൃദയമുള്ളവരാക്കണമേ, സമർപ്പണമുള്ളവരാക്കണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പണിതെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ആത്മാവിൻ്റെ ആലോചനകൾക്കായി സ്തോത്രം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.